വർഷം CUT 2026 എഴുതാൻ ആഗ്രഹിക്കുന്ന എഴുതിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടോ. എങ്ങനെയാണ് CUTക്ക് വേണ്ടി 2026 നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഡീറ്റെയിൽ വീഡിയോ ആണ്. CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. CUTയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. സോ നമ്പർ 1 ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, അതായത് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം സ്ട്രക്ചർ ആൻഡ് സിലബസ്. പലപ്പോഴും CUT പറ്റി ഒരു എന്താ പറയുക, ഒരു പുകമറയാണ് പലർക്കും ഉള്ളത്. ഒരു കംപ്ലീറ്റ് നോളജ് അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് എക്സാം പാറ്റേൺ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, സിലബസ് എന്താണ്, ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ട് കാര്യമില്ല. വളരെ സ്ട്രക്ചർഡ് ആയിട്ട് ഇതിന്റെ സംഭവം എന്താണെന്ന് ആദ്യം അറിയണം, അല്ലേ? അതാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, എക്സാം സ്ട്രക്ചർ എന്താ നമ്മൾ അറിയാം. എന്താ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? എക്സാമിന്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. CUT 2026 എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് CUT പറ്റി അറിയാൻ സാധിക്കും. എക്സാം സ്ട്രക്ചർ നടക്കുന്നത് 3 എണ്ണമായിട്ട്, അല്ലെ? ഒന്ന് ലാംഗ്വേജ് ഉണ്ട്, രണ്ടാമത്തെ ഡൊമൈൻ സബ്ജക്റ്റ് ആണ്, മൂന്നാമത്തെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെ? അങ്ങനെ 3 പേപ്പർ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, CUT എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ, എക്സാമിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് എന്താ, CUTയുടെ സിലബസ്. കാരണം CUT സിലബസും ബേസിക്കലി നിങ്ങളുടെ പ്ലസ് ടു നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ CUTക്ക് ചോദിക്കുള്ളൂ. പക്ഷേ ഓരോ സബ്ജക്റ്റിനും, അതുപോലെ ഫോർ എക്സാമ്പിൾ ഞാൻ പൊളിറ്റിക്സിന് പറയുകയാണെങ്കിൽ പൊളിറ്റിക്സ് ഏകദേശം 18ഓളം ചാപ്റ്റേഴ്സ് എന്തിനുണ്ട്, പിന്നെ +1 +2 പഠിക്കാനുണ്ട്. ആ 18 ചാപ്റ്റർ CUTക്ക് ഇല്ല. അപ്പോൾ CUTയുടെ സിലബസ് നിങ്ങൾ ജസ്റ്റ് എന്താ മതി, CUT UG സിലബസ് 2026 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് എവിടേക്ക് പോകാം, കോമൺ യൂണിവേഴ്സിറ്റി NTA വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓരോ സബ്ജക്റ്റ് കോഡ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ ആസാമി, ബംഗാളി, അതുപോലെ ഇത് ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താട്ടോ, ബാക്കി പോയാൽ അതിലെല്ലാം കാണാം. നേരെ നമുക്ക് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും, അത് സബ്ജക്റ്റിന്റെ സിലബസ് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ സയൻസ് ആണ്, അല്ലെങ്കിൽ സയൻസ് ബയോളജി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആണ്, എക്കണോമിക്സ് ആണ്, അതാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, ഡയറക്റ്റ് ആ പേര് അടിച്ചാൽ മതി. പിന്നെ CUT UG 2026 ഫിസിക്സ് സിലബസ്, പൊളിറ്റിക്കൽ സയൻസ് സിലബസ്, എക്കണോമിക്സ് സിലബസ് അടിച്ചാൽ ഡയറക്റ്റ് ലിങ്ക് വരും. ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ സിലബസ് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾ എന്തെല്ലാം ഭാഗമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സിലബസ് നോക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്പർ 1 ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, കറക്റ്റായി നിങ്ങൾ NCERT ബുക്കിലായിരിക്കണം നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്താണ് സാർ NCERT? നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാഷണൽ, അതായത് CBSE ടെക്സ്റ്റ് ബുക്കാണ് NCERT, നാഷണൽ കരിക്കുലം, അതൊന്നും ഞാൻ എഡ്യൂക്കേഷൻ റിസർച്ച് അവർ ഇറക്കുന്ന പിന്നെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതാണ് NCERT എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ പല സ്കൂളും ശരിക്കും നമ്മളെ +2 സിലബസ് ഫോളോ ചെയ്യുന്ന NCERT തന്നെയാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കേരളത്തിലെ SCERTയിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ പല പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ബുക്കായിരിക്കും, അതിലൊക്കെ കണ്ടന്റൊക്കെ സെയിം ആയിരിക്കും. എന്നാലും ഞാൻ നിങ്ങളോട് സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുക, NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ഇപ്പോൾ സയൻസിന്റെ ബുക്കാണെങ്കിൽ ഇതൊക്കെയാണ് NCERT, ഇനി ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ആണെങ്കിൽ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, NCERT ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യം. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് സെർച്ച് ചെയ്താൽ ncert.nic.in ടെക്സ്റ്റ് ബുക്ക് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്ത സബ്ജക്റ്റും കൊടുത്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് PDF ആയിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യുക ഒരു കോപ്പി, ഹാർഡ് കോപ്പി ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ആ ടെക്സ്റ്റ് ബുക്ക് ഡെയിലി നിങ്ങൾ വായിക്കണം. കാരണം നമ്മളിത് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടാബിലൊക്കെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ആണ്, അത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ടെക്സ്റ്റ് ബുക്ക് അത് നോക്കി വായിക്കുന്നവർക്ക് നമുക്ക് കണ്ണ് സ്ട്രെയിൻ ചെയ്യും. ഒരു ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വായിക്കാം, എല്ലാ ദിവസവും നമുക്ക് റിവൈസ് ചെയ്യാനും പഠിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു NCERT ബേസിലാണ് നിങ്ങൾ പഠിക്കുന്നത് 100% നിങ്ങൾ ഉറപ്പുവരുത്തണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ക്രിയേറ്റ് ഫോളോ എ സ്റ്റഡി പ്ലാൻ. നിർബന്ധം നിങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത്, ഈ ഒരു NCERT നമ്മുടെ CUT എക്സാമിനെ ഒരു ചെറിയ പരീക്ഷയായി കണ്ട് നിങ്ങൾ തരം താഴ്ത്തരുത്. കാരണം NTA നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന നീറ്റും ജെയും എക്സാം കഴിയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വരും വർഷങ്ങളിൽ നീറ്റും ജെയുടെയും നമ്പറിനെ മറികടക്കാൻ വേണ്ടി പോകുന്ന എക്സാമാണ് ഈ CUT എക്സാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങൾ കൃത്യമായി ഇതിൽ പ്രിപ്പയർ ചെയ്താലേ, കാരണം ഇന്ത്യയിലെ എല്ലാ ആളുകളും എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി എഴുതിയായിരിക്കുക, അല്ലെങ്കിൽ JNU എഴുതിയായിരിക്കുക, അല്ലെങ്കിൽ ഹൈദരാബാദാന്ന് വിചാരിക്കുക, ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർ എഴുതുക. ആ ആളുകൾ നിന്നായിരിക്കും ചിലപ്പോൾ 100 200 നമ്പറിലേക്ക് നിങ്ങൾ വരുമ്പോഴല്ലേ നിങ്ങൾ കിട്ടുക.
ഇപ്പം നിങ്ങൾ എക്സാമിന് തലേദിവസം പഠിച്ചാൽ മതിയോ? പോരാ അല്ലേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 6 മാസം മുൻപെങ്കിലും, ഇതെൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, ഒരു 6 മാസം മുന്നേ എങ്കിലും ഞാൻ CUT എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, ഞാൻ ഇന്ന കോളേജ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കോളേജുകൾക്ക് ഡൊമൈൻ സബ്ജക്റ്റും ലാംഗ്വേജും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മാത്രം മതി അവർ UG അഡ്മിഷന് വേണ്ടി പരിഗണിക്കുക. ചില ആൾക്കാർ സബ്ജക്റ്റും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സും പരിഗണിക്കും, ചില ആൾക്കാർ ലാംഗ്വേജ് പരിഗണിക്കില്ല, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതോ, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, ഞാൻ UG ഏത് കോളേജാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ ഇഷ്ടംപോലെ കോളേജ് ഉണ്ട് കേട്ടോ, അടിപൊളി ഇഷ്ടംപോലെ. നമ്മൾ വളരെ ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റിൻ്റെ പേര് മാത്രം നമുക്ക് ഇഷ്ടംപോലെ കോളേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു റിസർച്ച് ഇതിനെ പറ്റി നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഞാൻ അതെങ്ങനെ നടത്തുക, പരിഹാരം എന്നെ പറഞ്ഞാൽ വീഡിയോ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിൽ ഏത് കോഴ്സാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്, ഇതിനെപ്പറ്റി ധാരണ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അതനുസരിച്ച് പഠിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി നിങ്ങളുടെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 6 മാസം, ഇപ്പോൾ 3 മാസം, ഇപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നവംബർ അല്ലേ, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യാം. നവംബർ, അതുപോലെ ഡിസംബർ ഉണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ചുരുക്കി പറഞ്ഞാൽ ഇത് കറക്റ്റ് സമയം, നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ പറ്റിയ ദ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം. അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ, കാരണം നിങ്ങൾ +2 ഓൾറെഡി നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് അധികം ഡീപ്പായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാപ്പ് ചെയ്ത് പഠിച്ചാൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞുതരാം റെഡി. അപ്പോൾ അത് നിങ്ങൾ പഠനം വൈകിക്കരുത്, ഇപ്പം മുതൽ എന്ത് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പിന്നെ പലപ്പോഴും MCQ എക്സാമാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഫോർ എക്സാമ്പിൾ പിന്നെ ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം കിട്ടിയ 1940 അങ്ങനെയല്ല പഠിച്ചു വെക്കേണ്ടത്. എക്സാം പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുക, നമ്മൾ ആ കൺസെപ്റ്റ് പക്കാ ക്ലിയർ ആക്കണം. ഇപ്പോൾ നിങ്ങൾ മാത്സ് എഴുതുന്ന ആൾക്കാരെ, ഫിസിക്സ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ലോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മോഷനെ പറ്റി പഠിക്കാനായിരിക്കും, ആ ലോ കറക്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലെ കൺസെപ്റ്റ് അത് എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ് അങ്ങ് തരും, ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആ കൺസെപ്റ്റ് അറിയണ്ടേ. ഇനി ആ രീതിയിലായിരിക്കും ഏത് ലെവൽ വരുന്ന പിന്നെ എന്താണ് പറയുക എൻട്രൻസ് എക്സാമുകളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി പഠിക്കുക. അപ്പോൾ ഇന്ത്യയുടെ പാർട്ടീഷൻ പ്രോസസ്സ്, ഇന്ത്യയുടെ വിഭജന പ്രക്രിയയിൽ നേരിട്ട പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ എന്തെല്ലാം, കൺസെപ്റ്റ് അറിയണം. ചിലവർ 3 ചാലഞ്ച് കൊടുക്കും, ഇതിൽ ഏതെല്ലാമാണ് ശരി ഏതെല്ലാമാണ് തെറ്റ്, അവിടെയാണ് നമ്മൾ കൂടുക. അപ്പോൾ ആ രീതിയിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതായത് നന്നായി +2 എന്ത് ചെയ്യുക, അരച്ച് കലക്കി നിങ്ങൾ കുടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത്, കാരണം ഇതൊരു എൻട്രൻസ് എക്സാമാണ്, നമ്മൾ സാധാ എക്സാമുള്ള സാധനം അല്ലേ, നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളൂ, ആ സമയത്തിനുള്ളിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണം. അതിലേറ്റവും നമ്മളെ ചാലഞ്ച് ടൈമാണ്. ഈ ടൈമിനുള്ളിൽ നമ്മൾ പരീക്ഷ എഴുതി കഴിയണമെങ്കിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു മോക്ക് ടെസ്റ്റ് പോലും നടത്താതെ നേരെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നടക്കൂല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകളും അതുപോലെ പാസ്റ്റ് പേപ്പേഴ്സും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുക, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കാരണം 1 വർഷം മാത്രമാണ് ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓഫ്ലൈൻ എക്സാം, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല വൃത്തിക്ക് പ്രിന്റ് കിട്ടും. അല്ലാതൊക്കെ ഓൺലൈൻ നടന്നതാ, അതിൻ്റെയും PYQ ക്വസ്റ്റ്യൻ പേപ്പർ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, UG പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ UG കെമിസ്ട്രി, UG ഫിസിക്സ്, അല്ലെങ്കിൽ UG അക്കൗണ്ടൻസി, UG പിന്നെ ബിസിനസ് സെർച്ച് ചെയ്യുക. PYQ സെർച്ച് ചെയ്താൽ എന്ത് ചെയ്യും, ഓരോ വർഷത്തെയും ഈ NTA വെബ്സൈറ്റ് തന്നെ ഉണ്ട് ഓരോ വർഷത്തെയും പേപ്പേഴ്സ്, അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഡൊമൈൻ സബ്ജക്ട് പഠിക്കുമ്പോഴും ജനറൽ ടെസ്റ്റ് പഠിക്കും. ഇതാണ് 2 പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അല്ലേ. പിന്നെ ലാംഗ്വേജും ഉണ്ട്, ലാംഗ്വേജ് പിന്നെ എന്തായാലും സബ്ജക്റ്റ് ആണ്, ആ രീതി തന്നെ നമ്മൾ പഠിക്കണം. ഇനി ഈ ഡൊമൈൻ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഡൊമൈൻ സബ്ജക്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ഉണ്ട്, ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചുകൊണ്ടിരിക്കുക, ആ ഡൊമൈൻ സബ്ജക്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനിവിടെ സയൻസ്, ഫോർ എക്സാമ്പിൾ സയൻസ്, ഞാനൊരു ഹ്യൂമാനിറ്റീസ് എടുക്കാം. ഹ്യൂമാനിറ്റീസാണ് പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. അവന് പൊളിറ്റിക്സ് പഠിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഇവിടെ +2 കൂടെ അല്ലേ. പക്ഷെ അവൻ എന്ത് പഠിക്കുന്നില്ല, ജനറൽ ടെസ്റ്റ് ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതൊരു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കുട്ടിയെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഒരു ചാലഞ്ചായി മാറാൻ സാധ്യത. എന്താ ചാലഞ്ചായി മാറാൻ കാരണം, ഇവിടെ നമ്മൾ കുറച്ചും കൂടി മാത്തമാറ്റിക്സ് അല്ലേ നോക്കി. നിങ്ങൾ ദിസ് സെഷൻ റിക്വയർ ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷൻ ബിക്കോസ് എന്താണ്, ഡിവോട്ട് ഫ്യൂ ഡേയ്സ് വീക്ക് ടു പ്രാക്ടീസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രോബ്ലം കവറിംഗ് ടോപ്പിക് ലൈസ്, നമ്മുടെ പെർസെൻറ്റേജ് എങ്ങനെ കാണണം, അതുപോലെ ഓൾജിബ്ര, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അപ്പോൾ അതെന്താണ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ നമ്മൾ ലോജിക്കൽ റീസണിങ് ഒക്കെ അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ മാത്സിലും അതുപോലെ തന്നെ ഫിസിക്സിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഒരു ബേസ് ഉണ്ടായെന്ന് പഠിക്കാൻ എളുപ്പമായിരിക്കും. ചിലപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടി അതൊരു ചാലഞ്ച് ആവാൻ സാധ്യതയുണ്ട്. കാരണം പല കോളേജും ഈ ഡൊമൈൻ സബ്ജക്റ്റും പിന്നെ ലാംഗ്വേജും ജനറൽ ടെസ്റ്റിനെയും മാർക്ക് മാത്രം നോക്കി അഡ്മിഷൻ എടുക്കുന്ന കോളേജ് ഉണ്ട്. അപ്പോൾ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്ന് നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം.
അതൊക്കെ നമുക്ക് PYQ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും അതൊരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കാർഡടിച്ച് വെടിവെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഈ പറഞ്ഞ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി, കാരണം ഒരു ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾ CUT സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകാനാണ്. കാരണം നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് 2 ഹോട്ടൽ റൂം നിങ്ങളുടെ മുന്നിലുണ്ട്. ഒന്ന് നോർമൽ ഹോട്ടലുണ്ട്, ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഞാൻ 5 സ്റ്റാർ ചൂസ് ചെയ്യുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. റെഡി. അപ്പോൾ ഇനി പ്രധാനമായും പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്, അത് നിങ്ങൾ ഈ CUT മാത്രമല്ല ഏത് പരീക്ഷ എൻട്രൻസ് പരീക്ഷ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്താ, നമ്മൾ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ പരീക്ഷ കാരണം നമ്മളിത് ഇതൊരു ഓട്ട മത്സരം പോലെ അല്ലേ. ഓട്ട മത്സരത്തിന് എന്താണ്, നമ്മൾ നേരത്തെ ഓടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് വേഗം ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ സമയവും കാര്യം ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, ആരാണോ ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അതാ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഓടി തുടങ്ങുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ആയിട്ട് വേഗം അവിടെ എത്തിക്കാൻ സാധിക്കും. നമുക്ക് കിതപ്പിൽ നിങ്ങൾ ആലോചിച്ചു, സ്കൂളിലേക്ക് 9:30 സ്കൂള് ബെല്ലടിക്കും, 9 മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നെങ്കിലോ നിങ്ങൾ ഓടി കിതച്ച് അവിടെ എത്തേണ്ടി വരും. നേരെ മറിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിലോ നമ്മൾ റിലാക്സ് ചെയ്ത് സമാധാനത്തിൽ പോലെ. ഇതാണ് പ്രിപ്പറേഷൻ നേരത്തെ ആക്കിയുള്ള ഗുണം. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇഗ്നോറും എക്സാം പാറ്റേണും അതുപോലെ എക്സാം പാറ്റേൺ അറിയാതെ, ഞാൻ പറഞ്ഞ തുടക്കത്തിൽ എക്സാം പാറ്റേൺ അറിയാതെ നമ്മൾ കാർഡ് അടിച്ച് വെടിവെച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കറക്റ്റ് ഞാൻ എന്താണ് എഴുതാൻ വേണ്ടി പോകുന്നത്, അവിടെ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അത് അറിഞ്ഞിട്ടാണ് ഒരാൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ എന്താണ് റിവിഷൻ, ഡെയിലി റിവൈസ് ചെയ്യണം. ഡെയിലി റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചാപ്റ്റർ നന്നായി വായിച്ച് പഠിച്ച് പിറ്റേ ദിവസം 2ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ആ ചാപ്റ്ററിനെ ഒന്ന് നോക്കി പോകണം. കാരണം ഇത് മനുഷ്യന്മാരെല്ലാം മറന്നു പോകും. മറന്നത് കുടുങ്ങി. മറക്കാതെ റിപ്പീറ്റ് റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത്രയും ഒരുപാട് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതെത്താൻ സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഡ്യൂപോയിന്റ്. ഓൾറെഡി നമ്മുടെ CUT ബാച്ച് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ CUT ബാച്ചിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. CUT-യുമായി ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഇനിയും എന്തൊക്കെയോ നിങ്ങളെ തലയിൽ എനിക്ക് കറങ്ങുന്നുണ്ട് അല്ലേ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തോളൂ. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് ഇവിടേക്ക് മെസ്സേജ് അയക്കാം. 8089505555 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് ഇന്ന സംശയങ്ങൾ CUT-യുമായി ബന്ധപ്പെട്ട്, CUT ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, സംശയം ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക. കാരണം നിങ്ങളുടെ കരിയറാണ്. എനിക്ക് എപ്പോഴും ഞാൻ +2 പഠിക്കുന്ന കുട്ടികളെ എനിക്ക് എന്താ പറയുക, കാരണം അവർ ഉഴപ്പാൻ പാടില്ല. അവർ ഉഴപ്പിക്കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഞാൻ എപ്പോഴും തമാശക്കാണ്, നിങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ല. നിങ്ങൾ ചെറിയ കുട്ടികൾ, ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ സ്കൂൾ ലൈഫൊക്കെ തീർന്ന് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ സ്റ്റഡീസിനെയും നിങ്ങളുടെ കരിയറിനെയും ഒന്നുകൂടി എന്താണെന്ന് പറയുക, നമ്മൾ സീരിയസ് ആയി കാണേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ ഈ കാര്യത്തെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, ഒന്ന് പഠിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ എവിടെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ CUT-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ആൻഡ് വീഡിയോസ് നമ്മുടെ ചാനൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ ആദ്യമായി കാണുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കണ്ട.